കോഴിക്കോട് വള്ളിക്കാട് വാഹനാപകടത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ കാർ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. യുവാവിനെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയ കാറാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ കാർ കണ്ടെത്തിയത്. വിവരങ്ങളുമായി ദിൽഷയാണ് ചേരുന്നത്. ദിൽഷ, ഇപ്പോൾ എവിടെ നിന്നുമാണ് ഈ ഒരു കാർ കണ്ടെത്തിയിരിക്കുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? സ്വാതി, ഏകദേശം 2 ആഴ്ച മുമ്പാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഒരു യുവാവിൻ്റെ മരണം വരെ സംഭവിച്ചു. ഏകദേശം രാത്രി 11 മണിയോടുകൂടി 2 ആഴ്ച മുമ്പേ ഒരു വ്യാഴാഴ്ച രാത്രി ഏകദേശം 11 മണിയോടുകൂടി റോഡരികിലൂടെ നടന്നു വരികയായിരുന്ന വടകര സ്വദേശിയായിട്ടുള്ള അമൽ കൃഷ്ണ എന്ന 27-കാരനെ ഒരു വെള്ള കാർ വന്ന് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. കാർ നിർത്താതെ പോവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് അമൽ കൃഷ്ണ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അമൽ കൃഷ്ണ മരിച്ചത്. ഈ ഒരു സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നുണ്ടെങ്കിലും 2 ആഴ്ചയോളം യാതൊരുവിധ തെളിവുകളോ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ കാറുമായി ബന്ധപ്പെട്ടോ ആരാണ് കാർ ഓടിച്ചത് അതിന് ബന്ധപ്പെട്ട് യാതൊരു വിവരങ്ങളും ലഭിച്ചിരുന്നില്ല. തുടർന്ന് ബന്ധുക്കൾ കൂടുതൽ പരാതിയുമായി മുന്നോട്ട് വരികയും പ്രതിഷേധിക്കുകയും ചെയ്തതോടെ പോലീസ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുകയായിരുന്നു. ഇന്നലെയാണ് ഇപ്പോൾ കാറ് കണ്ടെത്തിയിരിക്കുന്നത്. ഇടിച്ചിട്ട ശേഷം കടന്നു കളഞ്ഞ വെള്ള കാറ് കണ്ടെത്തിയിരിക്കുന്നത്. അതും 100 കണക്കിന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടാണ് കാറ് കണ്ടെത്തിയിരിക്കുന്നത്. ഇടിച്ചിട്ട ശേഷം കാറ് നാദാപുരം ഭാഗത്തേക്കാണ് പോയത് എന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ കാറ് കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ശരി ദിൽഷ.